ഹായ് ഫ്രണ്ട്സ്, വൈഷ്ണവി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേൽപ്പാലം വരുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ തറവാട് വീട് ഏറ്റെടുത്തതും അത് പൊളിക്കാൻ പോകുന്നതുമായി പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലായിരുന്നല്ലോ. പറഞ്ഞ് ആ ദിവസം നിങ്ങളുടെ അടുത്തു ഇന്ന് ഞങ്ങളുടെ തറവാട് വീട് പൊളിക്കുകയാണ്. ആദ്യമായിട്ട് പൊളിക്കുന്ന വീട് ഞങ്ങളുടെ തറവാട് വീട് കൂടിയാണ്. കൊട്ടേഷൻ എടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ മലയാളികളായ പണിക്കാരെയും ബംഗാളികളായ പണിക്കാരെയും കൊണ്ടുവന്ന് അവർ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഗേറ്റൊക്കെ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിറ്റി കൊണ്ട് അടിച്ചടിച്ച് വീടിൻ്റെ ജനലും വാതിലും എല്ലാം ഇളക്കിപ്പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 ദിവസത്തെ പണി ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. ഇനി നാളെ വാർപ്പ പൊളിക്കുകയാണ്. ചിറ്റി കൊണ്ട് അടിച്ചടിച്ച് അതിൻ്റെ ഇരുമ്പ് കമ്പികളൊക്കെ മാറ്റിയിടുന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അതുവരെ ജീവിച്ച വീടാണിത്. ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുക. അകത്ത് കയറിയപ്പോൾ നിറയെ കട്ടക്കല്ലും പൊടിയും അഴുക്കൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛനാണെങ്കിൽ പൊളിക്കൽ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഇന്ന് കുറവാണ് വന്നത്. ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഫർണിച്ചറുകളൊന്നും കുറേ ഒക്കെ കൊടുത്തു കളഞ്ഞു. പിന്നെ കുറേ ഒന്നും മാറ്റിയിട്ടിട്ടില്ല. ഇവിടെ തന്നെ കിടക്കുകയാണ്. അതിൽ കൂടെ തന്നെ ഇങ്ങോട്ട് പോട്ടെ എന്ന് കരുതി. തറവാടിൻ്റെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിന് തീരൊരു സുഖം തോന്നുന്നില്ല. ഭയങ്കര ഒരു മൂടിക്കെട്ട് പോലെ തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും എന്തായെന്നറിയാൻ. അപ്പോൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഇങ്ങനെ പൊടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് ഭയങ്കര വിഷമം തോന്നുകയാണ്. വില്ലീസിൻ്റെ ലാപ്ടോപ്പും ഡെസ്ക് ടോപ്പും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഒക്കെ പഴയതാണ്, അതൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്. ഞാനങ്ങനെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ ശാലിനിയുടെ വീട് നോക്കുകയാണ് എൻ്റെ ജല്ലി കൂടെ. 2 ദിവസം കഴിഞ്ഞാൽ ശാലിനിയുടെ വീട് പൊളിക്കും. അപ്പോൾ വിഷമിച്ചിട്ട് ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ് ശാലിനിയുടെ വീട്. ശാലിനി ആദ്യമൊക്കെ ഇവിടെ നിന്ന് താമസം മാറി. ശാലിനി എന്നാലും എന്നും വന്ന് ലൈറ്റൊക്കെ ഇട്ട് അവിടെ വെറുതെ ഇരിക്കും. ഏറ്റവും കൂടുതൽ വിഷമം ശാലിനിയും ആദ്യമൊക്കെ ഇവിടെ നിന്ന് പോണതാണ്. ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരുമിച്ചാണ് പോവുക. അവരിപ്പോൾ വേറെ വീടൊക്കെ എടുത്ത് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. രാത്രി ആയപ്പോഴും ഞാൻ ശാലിനിയുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഭയങ്കര ഒരു മൂകത തോന്നുന്നു. ഭയങ്കര ഒരു ഭീകരമായൊരു മൂകത എന്ന് വേണം ഇതിനെ പറയാൻ. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാലിനിയുടെ വീടും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നാം. അങ്ങനെ പൊളിയൊക്കെ കഴിഞ്ഞു. തറവാട് വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോയി ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടിട്ടുണ്ട് തറവാട് വീട്. ഇങ്ങനൊരു വീട് ഇവിടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് എല്ലാ അവശിഷ്ടങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ശാലിനിയുടെ വീടായാലും അതുപോലെ തന്നെ അതും പോയി. ഇങ്ങനൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയം തന്നെ തോന്നും. കണ്ണ് തുറന്നടയ്ക്കുമ്പോഴേക്കും എല്ലാം ശൂന്യമാകുന്നൊരു കാഴ്ച. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു.